അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഞാൻ 9 സമവാക്യങ്ങൾ കൃത്യമായി എഴുതി, അപ്പോഴൊന്നും നിങ്ങൾ അഭിനന്ദിച്ചില്ല. എന്നാൽ ഒരു തെറ്റ് പറ്റിയപ്പോൾ നിങ്ങൾ പരിഹസിക്കാൻ തയ്യാറായി. എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥികൾ പരസ്പരം നോക്കി. അധ്യാപകൻ തന്നെ ഉത്തരവും പറഞ്ഞു, ഞാൻ അധ്യാപകനായതുകൊണ്ട് എനിക്ക് തെറ്റുപറ്റാൻ പാടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും തെറ്റുകൾ സംഭവിക്കാം. അധ്യാപകനാണെന്നതുകൊണ്ട് പൂർണ്ണനാകണമെന്നില്ല. എന്നിട്ട് അദ്ദേഹം കുട്ടികളോട് വിശദീകരിച്ചു, ഈ ലോകം തെറ്റുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും വിമർശിക്കുകയും ചെയ്യും. എന്നാൽ നല്ല കാര്യങ്ങൾ കാണാനും പ്രശംസിക്കാനും ഏറെ സമയമെടുക്കും. ജീവിതത്തിൽ നിങ്ങൾ ഏറെ വിമർശിക്കപ്പെട്ടേക്കാം. 3 കാര്യങ്ങളിൽ പക്ഷേ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. ഒന്നാമത്തത്, എപ്പോഴും മറ്റുള്ളവരിലെ നന്മയെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നതാണ്. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് തിരുത്താൻ അവരെ സഹായിക്കുക എന്നതാണ്. രണ്ടാമത്തത്, നിങ്ങൾ വിമർശിക്കപ്പെടുമ്പോൾ നിങ്ങളിലെ നന്മയെ ഓർമ്മിക്കുക എന്നതാണ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ അഭിമാനിച്ച് ആത്മവിശ്വാസം കൈവിടാതിരിക്കുക എന്നതാണ്. മൂന്നാമത്തത്, ഒന്നും പറയാതെയും ഒന്നും ചെയ്യാതെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നാണ് വിമർശനമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് വിമർശനത്തെ ഭയപ്പെടാതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജീവിക്കുക. ഈ സമൂഹത്തിന്റെ പാസ് മാർക്കിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരല്ല നമ്മൾ. നമ്മളുടെ ആനന്ദവും നമ്മളുടെ നന്മയും ഈ സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്ന മനുഷ്യർ കൂടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികളുണ്ട്. ആരും നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ നിങ്ങൾ നടക്കുക. അങ്ങനെ നടന്ന് പുതിയ ലോകങ്ങൾ